എവറിത്തിങ് ഹാപ്പൻസ് അറ്റ് ദ റൈറ്റ് ടൈം അല്ലേ? മേ ബി ഇതായിരിക്കും റൈറ്റ് ടൈം ഞാൻ മലയാറ്റൂർ എത്താനുള്ളത്. ഞാൻ മലയാറ്റൂർ ഇതിനു മുമ്പ് പോയത് വളരെ ചെറുതിലെയാണ് കേട്ടോ. ചെറുതിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോയത് ഒന്നും ഓർമ്മയില്ല. അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ മലയാറ്റൂർ പോയേക്കുന്നത്. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ദാറ്റ് മീൻസ് നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ടെന്ന് മലയാറ്റൂർക്ക്. ഹാർഡ്ലി 1 hour ഡ്രൈവ് ഉള്ളൂ. ഞാനും ചേച്ചിമാരോടെയാണ് കേട്ടോ പോയത്. ഒരുപാട് പേര് വെച്ച് പ്ലാൻ ചെയ്യുമ്പോൾ നടക്കാത്തത് കൊണ്ട് കിട്ടിയ ആൾക്കാരെയും പറക്കി നമ്മളങ്ങ് മലയാറ്റൂർ പോയി. ആൻഡ് മലയാറ്റൂർ എനിക്കങ്ങനെ മെമ്മറീസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കെല്ലാം ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ബുദ്ധിപൂർവ്വം വൈകിട്ടാണ് പോയത്, കാരണം ഒടുക്കത്തെ ചൂടാണല്ലോ. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് 5 മണിക്ക് പ്ലാൻ ചെയ്ത് 6:30 എപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് ഞങ്ങൾ 7:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ താഴത്തെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ മുകളിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. ആൻഡ് ഈ വീഡിയോ ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല, കാരണം ഉരുണ്ട് വീഴുമെന്ന് എനിക്ക് തന്നെ പേടിയായതുകൊണ്ട് ഞാൻ ഫോൺ സേഫാക്കി വെച്ച്. ആൻഡ് അങ്ങനെ ഞങ്ങൾ മലയാറ്റൂർ കയറി. ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്ത്, കാരണം ബോഡിയൊന്നും അനങ്ങുന്നില്ലേ, വേറെ പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ. സോ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങ് ഓക്കെ ആയി. നമ്മൾ പയ്യെ റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പയ്യാണ് കേട്ടോ കയറിയത്. അത് നമ്മൾ കയറാൻ അത്യാവശ്യം നല്ല ടൈമൊക്കെ എടുത്തു. പിന്നെ രാത്രി ആയതുകൊണ്ട് അങ്ങനെ വെയിൽ ചൂടൊന്നും ഉണ്ടായില്ല. ഞാൻ അത്യാവശ്യം വിയർക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ വെട്ടി വിയർക്കുകയായിരുന്നു ഗൈസ്. നല്ല പട്ടിയായ രൂപമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആൻഡ് ഞങ്ങൾ മലയാറ്റൂർ എത്തി. ആൻഡ് മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, കാരണം രാത്രി ഈ ലൈറ്റൊക്കെ ഒരുമിച്ച് കാണുമ്പോൾ അതൊരു ഭംഗി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫൈനലി മുകളിലെത്തി. ഞാൻ ഈ ജേർണി തുടങ്ങിയപ്പോൾ ഈ ബസ്സിലേക്ക് ടീമിൽ കയറാൻ പറ്റുമെന്നായിരുന്നു. ബട്ട് കയറാൻ പറ്റും കേസ്, ഞാൻ കയറി. എല്ലാവർക്കും പറ്റുമായിരിക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ശരിക്കും നമുക്കൊരു വേർത്തായി തോന്നിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇനിയും പോകണമെന്നുണ്ട്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് പറ്റുമായിരിക്കും. ഒരു ഇനീഷ്യൽ പുള്ള് കിട്ടാനല്ലേ പാട്. മേ ബി നമുക്ക് പറ്റുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ മലയാറ്റൂർ മല കയറി അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. എല്ലാവരും വെയിലാറിയ സമയത്ത് പോകാൻ നോക്കാം. മേ ബി നിങ്ങളെല്ലാവരും എപ്പോഴും പോകുന്നതായിരിക്കും. എനിക്ക് ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടായിരിക്കും ഇത്ര ഒരു എക്സൈറ്റ്മെൻറ്റ്, ത്രില്ലൊക്കെ. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങാൻ പോവാണ്. അതിനു മുമ്പ് അവിടുത്തെ പാദമുദ്ര, തോമസ് ലീഹായുടെ പാദമുദ്രയൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ ഇറങ്ങി. ആൻഡ് കയറിയ സമയത്ത് ഇറങ്ങിയപ്പോഴൊക്കെ എനിക്ക് നല്ല വിശപ്പായി ഗൈസ്. ഐ വാസ് ക്രേവിങ് ഫോർ ഫുഡ് വെരി ബാഡ്ലി. അങ്ങനെ കയറിയ ഇത്രയും ടൈം എടുത്തില്ല കേട്ടോ ഇറങ്ങിയത് പെട്ടെന്ന് ഇറങ്ങി, കാരണം നമുക്ക് അധികം റെസ്റ്റ് ഒന്നും എടുത്തില്ല. മോയിച്ചൊന്ന് പ്രാർത്ഥിച്ചൊക്കെ വന്നപ്പോൾ നമ്മുടെ കാലൊക്കെ അത്യാവശ്യം ലൂസനായി, സ്ട്രെങ്തനായി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് അവിടെ തിരികെ കത്തിച്ച് ഒന്ന് പ്രാർത്ഥിച്ച് തിരിക്കുകയാണ്. പിന്നെ വന്ന വഴി കട അന്വേഷിക്കുകയാണ് ഫുഡ് കഴിക്കാൻ. അങ്ങനെ നമ്മുടെ പ്രാർത്ഥന മൂലം ഒരു കട കണ്ടെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നല്ല മന്തിയൊക്കെ കഴിച്ച് പോന്നു. അപ്പോൾ ഓക്കെ ബൈ. എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.